മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനം വലിയ ചർച്ചകളൊന്നുമാകാതെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാതെ ശാന്തമായിട്ട് ലോക്സഭയും രാജ്യസഭയും ജനങ്ങളും ബുദ്ധിജീവികളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും എല്ലാം കേട്ടു പ്രതികരിക്കാതെ വിട്ടുകളഞ്ഞു എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഭാരതത്തെ, പ്രത്യേകിച്ച് കേരളത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. 9850 സന്നദ്ധ സേനകളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനങ്ങളല്ല നിരോധിച്ചത്, അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, വിദേശത്ത് നിന്ന് അവർക്ക് ലഭിക്കുന്ന സംഭാവനകളെല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്തപ്പോൾ അത് ഏതെല്ലാം വഴികളിലൂടെയാണ് പോകുന്നത്, സ്വാഭാവികമായും നല്ലൊരംശം തീവ്രവാദത്തിന് പോകുന്നുണ്ടാവും. അതിനേക്കാൾ വലിയൊരംശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളെ മതം മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ടാവും. വേറെ ഒരു വലിയ വിഭാഗം ഏത് പുരോഗമന പ്രവൃത്തിയെയും എതിർക്കാനായിട്ട് പ്രകൃതിയുടെ പേരിലും ഊർജത്തിന്റെ പേരിലും അണക്കെട്ടിനെ എതിർക്കുന്നതിന്റെ പേരിലും ആണവ റിയാക്ടറുകൾ എതിർക്കുന്നതിന്റെ പേരിലും റോഡ് വീതി കൂട്ടുന്നത് തടയുന്നതിന്റെ പേരിലും പ്രകൃതി സംരക്ഷണം എന്ന വാദത്തിന്റെ പേരില് ഭാരതത്തെ വികസിക്കാതെ നിലനിർത്താൻ പല ലോകരാഷ്ട്രങ്ങളും ശ്രമിക്കുന്നതിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ലഭിക്കുന്ന ആ പൈസ മുഴുവനും ബ്ലോക്കായാൽ നാളെ മുതൽക്ക് അവരുടെ പ്രവർത്തനം മുമ്പോട്ട് പോവില്ല. നിങ്ങൾ നോക്കിയാലറിയാം, കോൺഗ്രസ്സുകാര് ശ്രീ സുധീരന്റെ നേതൃത്വത്തിൽ ഒരു പദയാത്ര നടത്തി. കാസർഗോഡ് മുതൽക്ക് കളിയിക്കാവിള വരെ. മദ്യത്തിനെതിരെയോ മറ്റോ ആയിരുന്നു. പക്ഷെ ഈ പദയാത്ര നടത്തിയിട്ട് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരിപ്പോ പദയാത്ര നടത്തുന്നുണ്ട്. കാണുന്നവനും കേൾക്കുന്നവനും വായിക്കുന്നവനും എല്ലാം നല്ലവണ്ണം അറിയാം, ഈ പദയാത്ര കൊണ്ട് കേരളത്തില് ഒരു കടുകിന്റെ അത്രയും പോലും മാറ്റം ഉണ്ടാവാൻ പോണില്ല. പക്ഷെ അത്ഭുതകരമായ വസ്തുത, ശ്രീ സുധീരൻ കേരള യാത്ര നടത്തിയപ്പോൾ 11 കോടി രൂപ കളക്ട് ചെയ്തു. അത്രേ കളക്ട് ചെയ്യാൻ മുമ്പോട്ട് വരാത്ത ലോക്കൽ പ്രസിഡന്റ്, സെക്രട്ടറിമാരെയും എല്ലാം തലസ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതും വാർത്ത കണ്ടു. 11 കോടി രൂപയിൽ 10 കോടിയും ഈ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി എന്നും പത്രവാർത്ത കണ്ടു. അപ്പൊ ഈ പദയാത്ര നടത്തുന്നതെല്ലാം ഈ പൈസ ഉണ്ടാക്കാനല്ലാതെ മനുഷ്യന്റെ നന്മയ്ക്കും ജനരക്ഷാ യാത്ര എന്നുള്ളതൊക്കെ വെറും തട്ടിപ്പിന്റെ വാക്കോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം പൈസ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പങ്ക് സ്വീകരിക്കുക, ബാക്കി പങ്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. അത് തന്നെയായിരുന്നു ഈ സന്നദ്ധ സംഘടനകളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടംകുളത്തിനെതിരെ അച്യുതാനന്ദൻ ഉൾപ്പെടെ പ്രതിഷേധിച്ചപ്പോഴും അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മുക്കുവന്മാരെ ഒരുമിച്ച് ചേർത്ത് ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് മതപരിവർത്തനവും കൂടംകുളത്തിനെതിരെ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തപ്പോ ജയലളിത അതിശക്തമായിട്ട് നടപടിയെടുത്തു. അച്യുതാനന്ദനെ അപ്പുറത്തേക്ക് കടത്തി പോലും വിട്ടില്ല. പിന്നെ റഷ്യയിലെ റിയാക്ടറാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പിണറായി വിജയനും അച്യുതാനന്ദനും സാരമില്ല, കൂടംകുളം അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി കിട്ടിയാൽ മതി എന്നറിഞ്ഞു. മരിക്കുന്നതും ചാവുന്നതും റഷ്യക്കാരാൽ ആയാൽ പേടിക്കാനില്ല എന്നർത്ഥമായിരിക്കാം. ഏതായാലും എല്ലാ അണക്കെട്ടുകൾക്കും, എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, എല്ലാ വികസനത്തിനും, ഏത് ഊർജ സ്രോതസ്സിനും എതിരെ നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരുടെ മുഴുവനും ഇൻകം സോഴ്സ് ഈ ഫോറിൻ ഫണ്ടാണ്.
യഥാർത്ഥ കണക്കനുസരിച്ചിട്ട് 69,000 കോടിയോ മറ്റോ ആണ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലൂടെ ഭാരതത്തിലേക്ക് വരുന്നത്, ഇപ്പൊ ഭാരതത്തിലേക്ക് തനതായിട്ട് വരുന്നത്. അതും ഈ സന്നദ്ധ സംഘടനകളിലൂടെയാണ്. മദ്രസകൾ എന്ന പേരിലും യത്തീംഖാന എന്ന പേരിലും വേറൊരു വലിയ സമൂഹം വരുന്നുണ്ട്, വലിയ സമൂഹത്തിന് വരുന്നുണ്ട്. അതെല്ലാം ഹിന്ദുക്കളിൽ എത്ര പേർക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. മാതാ അമൃതാനന്ദമയിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ലിസ്റ്റ് കൊടുക്കേണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ ആശ്രമത്തിൽ ആൾക്കാർ പറഞ്ഞു, അമൃതാനന്ദമയിയുടെ പഴയ പേര് 25 കൊല്ലം മുമ്പുള്ള പേരാണ് ഇപ്പൊ സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഉള്ള ആ 25 വർഷത്തിന് ശേഷമുള്ള പേര് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കൗണ്ടിങ് എല്ലായിടത്തും സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഒരു പൈസ പോലും അൺഅക്കൗണ്ടഡ് ആയിട്ടില്ല എന്നവർ അറിയിക്കുകയുണ്ടായി. ഇനി അഥവാ ഹിന്ദു സംഘടനകൾക്ക് ഇതുപോലെ രാഷ്ട്രദ്രോഹത്തിന് വരുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തനവും അക്കൗണ്ടിങ്ങും ഈ 9,800 പേരില് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാഷ്ട്രത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നദ്ധ സംഘടനകൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ സൗകര്യത്തിനും കുറേയൊക്കെ സുഖത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ഭൂമിയുടെയും വായുവിൻ്റെയും പ്രകൃതിയുടെയും എല്ലാ സംരക്ഷണത്തിന് നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ ഈ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ച് ഈ രാഷ്ട്രത്തെ നശിപ്പിക്കാനും രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തിൻ്റെ പുറത്ത് ചെന്ന് പ്രസംഗിക്കാനും എല്ലാം മുമ്പോട്ട് വരുന്നവർക്ക് ലഭിക്കുന്ന പൈസ ഇതാണെങ്കിൽ അത് വ്യക്തി സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ സംഘടനാ സ്വാതന്ത്ര്യമോ എന്ന പേരിൽ വാദിച്ച് കോടതി കയറി എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ സംഘടനകളെയെല്ലാം നിരോധിച്ചപ്പോൾ വളരെ ശാന്തമായി തന്നെ ജനത അത് സ്വീകരിച്ചു എന്ന അത്ഭുത കാഴ്ച മിനിഞ്ഞാന്നത്തെയും ഇന്നലത്തെയും പത്രത്തിലും മാധ്യമങ്ങളിലും കണ്ടപ്പോൾ ഒരു അസാധാരണമായ സന്തോഷമാണ് തോന്നിയതെന്ന് അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.